തിരുവനന്തപുരം താലൂക്ക് കോപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘത്തിൽ കോടികളുടെ ക്രമക്കേട്. വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റുകളുടെയും വ്യാജരേഖകളുടെയും ഈടിൽ CPM ഭരണസമിതി അംഗങ്ങൾക്ക് മാത്രം കോടികളുടെ ബാധ്യത. ഭരണസമിതി അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും 1/2 കോടിയോടടുത്ത് വായ്പകളും 10 ലക്ഷത്തിന്റെ 30ഓളം ചിട്ടികൾ. ജനം ബിഗ് ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ വിവരങ്ങൾ ആരായാം പ്രശാന്ത് ശങ്കരമംഗലത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനു, കണ്ടലയും അതോടൊപ്പം തന്നെ കരിവന്നൂരും ഒക്കെ പോലെയുള്ള മറ്റൊരു വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അത് അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട്, അതായത് താലൂക്ക് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് CPM ഭരണസമിതിയുടെ നിയന്ത്രണത്തിലുള്ള തിരുവനന്തപുരം താലൂക്ക് കോർപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘത്തിലാണ് ഇത്തരത്തിൽ ക്രമക്കേടുണ്ടായിരിക്കുന്നത്. വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ രേഖകളും നൽകിക്കൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തിയത്. അതായത് ചിട്ടികളും സാമ്പത്തിക അംഗങ്ങൾക്ക്, അതായത് ഭരണസമിതിയിലെ അംഗങ്ങൾക്ക് 1/2 കോടിയിലടുക്കും, അതായത് 50 ലക്ഷത്തിലധികം രൂപയും അതോടൊപ്പം തന്നെ 10 ലക്ഷത്തിന് 30ഓളം ചിട്ടികളും നൽകി എന്നടക്കമുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ്, സാമ്പത്തിക ക്രമക്കേട് എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത്രയും അധികം തുക കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ തുകയ്ക്ക് തന്നെ അനുവദിക്കുന്ന വായ്പയ്ക്കായാലും ശരി ചിട്ടിക്കായാലും ശരി നിയന്ത്രണമുണ്ട് എന്നിരിക്കെ അതിൻ്റെ ഇരട്ടി ഒരാൾക്ക് കൊടുക്കാവുന്നതിൻ്റെ ഇരട്ടിയിലധികമാണ് ഇത്തരത്തിൽ ഈ നിയന്ത്രണങ്ങളും നിയമങ്ങളും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് CPM ഭരണസമിതിയിൽപ്പെട്ട അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. കോടികളുടെ തട്ടിപ്പ്, ഏകദേശം അതിൻ്റെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വലിയ ഒരു കണക്കുകളിലേക്ക് ചെന്നെത്തുന്ന രീതിയിലേക്കുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. തിരുവനന്തപുരത്താണ് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത്. താലൂക്ക് കോർപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘം, ആ സഹകരണ സംഘത്തിലാണ് ഇത്തരത്തിൽ തട്ടിപ്പ് ഉണ്ടായിരിക്കുന്നത്. വ്യാജരേഖകൾ, അതായത് വ്യാജ ശമ്പള സാലറി സർട്ടിഫിക്കറ്റ് അടക്കം കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത്. CPM ഭരണസമിതിയാണ് ഈ കാലങ്ങളായി ഈ ബാങ്ക് ഭരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ബാങ്ക് കാലങ്ങളായി നിലകൊള്ളുകയും ചെയ്യുന്നത്. 1984 സ്ഥാപിച്ച ബാങ്കാണ്. അന്നു മുതൽ ബാങ്കിൻ്റെ നിയന്ത്രണം CPM ഭരണസമിതിയുടെ നേതൃത്വത്തിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ബാങ്കിലാണ് ഇത്തരത്തിൽ കോടികളുടെ ഒരു ക്രമക്കേടും തട്ടിപ്പും ഒക്കെ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു കണക്കുകളിലേക്കൊക്കെ ചെന്നെത്തുമ്പോൾ വലിയ ഒരു കണക്കുകൾ നമുക്ക് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. 2022-23 കാലഘട്ടത്തിൽ ഓഡിറ്റ് നടത്തിയിരുന്ന ഓഡിറ്റിൻ്റെ കണ്ടെത്തലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ക്രമക്കേട് നടന്നത്. കൂടുതൽ തട്ടിപ്പ് ഇനിയും ഉണ്ടാകും എന്നറിയുന്നു. അതുകൊണ്ട് തന്നെ ഈ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ബാങ്ക് വായ്പ നൽകിയതും അതോടൊപ്പം തന്നെ അതിൻ്റെ ആധികാരികത അടക്കമുള്ളവ പരിശോധിക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങളും ഇപ്പോൾ ഈ കണ്ടെത്തലിൽ പറയുന്നുണ്ട്. വലിയ രീതിയിലുള്ളൊരു ക്രമക്കേടുകൾ നടന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ പല സ്ഥലത്തും പല ജില്ലകളിലും അടക്കമുള്ള കോർപ്പറേറ്റ് സഹകരണ സംഘങ്ങൾ, അതായത് ഇടത് സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുന്നതുമായി ബന്ധപ്പെട്ടവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന CPMൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പല സഹകരണ ബാങ്കുകളുടെയും തട്ടിപ്പുകൾ പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും ഈ കരിവന്നൂരുമായി സംബന്ധിച്ച്, അതായത് കരിവന്നൂരിൻ്റെ തട്ടിപ്പിലേക്ക് എത്തുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ DYFI നേതാവിൻ്റെ ഭാഗത്ത് തന്നെ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് പുറത്തു വന്നൊരു സാഹചര്യം നിൽക്കുന്നതോടൊപ്പം തന്നെ കണ്ടല സഹകരണ ബാങ്കിൻ്റെ കാര്യം മറ്റും രീതിയിൽ നിൽക്കുന്നു. ഇങ്ങനെ ഈ CPM നിയന്ത്രണത്തിലുള്ള പല സ്ഥലങ്ങളിലും പല ബാങ്കുകളിലും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതിന് സമാനമായിട്ടുള്ള തട്ടിപ്പ് തന്നെയാണ് ഇവിടെയും ഈ കോർപ്പറേറ്റ് സഹകരണ സംഘത്തിലും നടക്കുന്നത്. കോർപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘമാണ് മണക്കാടാണ്, തിരുവനന്തപുരം മണക്കാട് സ്ഥിതി ചെയ്യുന്ന സഹകരണ സംഘമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ, വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത്. 2022-23 കാലഘട്ടത്തിലാണ് ഒരു ഓഡിറ്റ് നടത്തുന്നത്. ആ ഓഡിറ്റിലാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകളടക്കം കണ്ടെത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ, അതായത് വ്യാജ സാലറി സർട്ടിഫിക്കറ്റ് നൽകുന്നു. അതോടൊപ്പം തന്നെ മറ്റ് രേഖകൾ, ഈ രേഖകളൊക്കെ ഈടിൻ്റെ പുറത്താണ് ഇത്തരത്തിൽ തുക അനുവദിക്കുന്നൊരു നിലയിലേക്ക് എത്തിയത്. ഭരണസമിതി അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും 1/2 കോടി പ്രേക്ഷകരിലേക്ക് എത്തിക്കും.